ഡിഗ്രി ഉള്ളവർക്ക് ഇന്ത്യൻ റെയിൽവേയിൽ ജോലി നേടാൻ അവസരം. ഇന്ത്യൻ റെയിൽവേയിലെ സെക്ഷൻ കൺട്രോളർ എന്ന പോസ്റ്റിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ 119 ഒഴിവുകളാണുള്ളത്. കേരളത്തിലും ഒഴിവുകളുണ്ട് എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിലേക്ക് താല്പര്യമുള്ളവർക്ക് 2026 ജൂലൈ 15 മുതൽ ഓഗസ്റ്റ് 14 വരെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ കഴിയും. അതായത് റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് വഴി നിങ്ങൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയും. പ്രായമുള്ള 20 മുതൽ 33 വയസ്സിലുള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക. SC/ST-കാർക്ക് 5 വർഷവും OBC-കാർക്ക് 3 വർഷവും ഡിസബിലിറ്റി ഉള്ള കാൻഡിഡേറ്റ് ആണെങ്കിൽ 10 വർഷവും ഉയർന്ന പ്രായപരിധിയിലുള്ള ലഭിക്കും എന്ന കാര്യം കൂടി ഓർമ്മിക്കുക. മികച്ച ശമ്പള സ്കെയിലാണ്. ലെവൽ 6 സാലറി ആയിരിക്കും ലഭിക്കുക. 35,400 രൂപയായിരിക്കും അടിസ്ഥാന ശമ്പളമായിട്ട് ലഭിക്കുക. തുടർച്ച ശമ്പളം 60,000 രൂപ എടുത്ത് ലഭിക്കുന്നതായിരിക്കും എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. ഇതിലേക്ക് അപേക്ഷാ ഫീസ് ഉണ്ട്. SC/ST-കാരായിട്ടുള്ളവർക്കും വനിതകൾക്കും ഡിസബിലിറ്റി ഉള്ളവർക്കും എക്സ് സർവീസ്മെൻ കാൻഡിഡേറ്റ്സിനും 250 രൂപയാണ് അപേക്ഷാ ഫീസ്. അവർ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ എഴുതി കഴിഞ്ഞാൽ ഫുൾ എമൗണ്ട് റീഫണ്ട് കിട്ടും. ബാക്കി എല്ലാ കാൻഡിഡേറ്റ്സും 500 രൂപ അപേക്ഷാ ഫീസായിട്ട് നൽകണം. അവർ CBT കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിന് എഴുതി കഴിഞ്ഞാൽ 400 രൂപയായിരിക്കും റീഫണ്ട് കിട്ടുക എന്ന കാര്യം കൂടി ഓർമ്മിക്കുക. ആകെ 119 ഒഴിവുകളാണ് ഉള്ളതെന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദമുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. ക്ലോസിംഗ് ഡേറ്റ് ആയ ഓഗസ്റ്റ് 14 റിസൾട്ട് വേണം. അതിനു മുമ്പ് റിസൾട്ട് വരുന്നവർക്കെല്ലാം അപേക്ഷിക്കാൻ കഴിയും. അതല്ലാതെ അതിനുശേഷം റിസൾട്ട് വരുന്നവർ അപേക്ഷിക്കാൻ എലിജിബിൾ അല്ല എന്ന കാര്യം കൂടി ഓർമ്മിക്കുക. ഇതിലേക്ക് സെലക്ഷൻ ആദ്യം ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ആയിരിക്കും. 2 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന 100 ചോദ്യങ്ങളുള്ള ഒരു പരീക്ഷയായിരിക്കും. ചോദ്യങ്ങൾ മലയാളത്തിൽ ഉൾപ്പെടെ ലഭ്യമായിരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിനുശേഷം കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, ഡോക്യുമെന്റ് വെരിഫിക്കേഷന്, മെഡിക്കൽ എക്സാമിനേഷൻ എങ്ങനെയായിരിക്കും ബാക്കിയുള്ള സ്റ്റെപ്പുകൾ എന്ന കാര്യം കൂടി ഓർക്കുക. അപ്പോൾ നിങ്ങളിത് ഇതിലേക്ക് തിരുവനന്തപുരത്തിലും ഒഴിവുകളുണ്ട്. അപ്പം ഏതെങ്കിലും റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് വഴി നമുക്ക് അപേക്ഷിക്കാൻ കഴിയും. www.rrb.tiruvandhuram.gov.in എന്നുള്ളതാണ് തിരുവനന്തപുരം റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിൻ്റെ വെബ്സൈറ്റ് എന്നുള്ളത്. ആ സൈറ്റ് വഴി നമുക്ക് അപേക്ഷിക്കാൻ കഴിയും. നമ്മൾ അതിലേക്ക് RRB അപ്ലൈ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ സെക്ഷൻ കൺട്രോൾ എന്നുള്ള സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ ആദ്യം ഒരു രജിസ്ട്രേഷൻ നടത്താൻ നമ്മുടെ ഇമെയിൽ ID മൊബൈൽ നമ്പർ കൂടെ രജിസ്ട്രേഷൻ നടത്തുക. ആ ഒരു രജിസ്ട്രേഷൻ നമ്പർ ലഭിക്കും. അതനുസരിച്ച് വീണ്ടും നമ്മൾ ബാക്കി ഫില്ല് ചെയ്ത് അപ്ലൈ ചെയ്യാനായിട്ട് സബ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ താല്പര്യമുള്ളതിലേക്ക് ഓഗസ്റ്റ് 14 മുമ്പ് അപേക്ഷിക്കാൻ 119 ഒഴിവുകളുള്ളത്. ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ നമ്പർ 0CN03/2026 എന്നുള്ളതാണ്. താല്പര്യമുള്ളൊരു അവസരം പരമാവധി ഉപയോഗപ്പെടുത്തുക. താങ്ക് യു.